നമസ്കാരം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരന് സുഖത്തിനായി വന്നു ചേരണം എന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ തത്വചിന്തകളും തത്വബോധനങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് അദ്വൈത സിദ്ധാന്തം സാധാരണക്കാരന് പോലും വളരെ ലളിതമായി മനസ്സിലാക്കാവുന്ന രീതിയിൽ കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഉയർത്തിയ കേരളത്തിലെ അസമത്വത്തിനും ജാതി ചിന്തയ്ക്കും അരാജകത്വത്തിനും എതിരെ നിശബ്ദതയുടെ സമാധാന സന്ദേശത്തിന്റെ വിപ്ലവം ഉയർത്തിക്കൊണ്ട്, രക്തരഹിത വിപ്ലവം ഉയർത്തിക്കൊണ്ട് കടന്നു വന്ന ആചാര്യനായ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ സ്ഥാപിതമായ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വെള്ളാപ്പള്ളി നടേശനെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കടപുഴക്കി എറിഞ്ഞിരിക്കുന്നു. 95-96 കാലഘട്ടത്തിലാണ് വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായി അധികാരമേൽക്കുന്നത്, ചുമതലയേൽക്കുന്നത്. അന്ന് തൊട്ട് ഇന്നോളം ഏതാണ്ട് 30 വർഷക്കാലത്തിലധികമായി വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരിക്കുന്നു. എന്നാൽ കമ്പനി ആക്ട് പ്രകാരം രൂപം കൊണ്ടിരിക്കുന്ന ഈ സംഘടനയിൽ കൃത്യമായ അക്കൗണ്ടുകൾ സൂക്ഷിക്കപ്പെട്ടിട്ടില്ല. ഒരു കാര്യത്തിലും അക്കൗണ്ടില്ല. തന്നെയല്ല, നടപടിക്രമങ്ങൾ, യോഗ നടപടിക്രമങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകുന്നില്ല, അക്കൗണ്ടുകൾ സൂക്ഷിക്കുന്നില്ല എന്നിങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശനും SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ SNDPക്കും എതിരെ ഉയർന്നു വന്നിരുന്ന നിരവധി ആരോപണങ്ങൾ അവസാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഹർജികളായി എത്തുന്നു. ഒരു ഹർജിയല്ല, പല ഹർജികളായി എത്തുന്നു. ഏതാണ്ട് 2 വർഷത്തിലധികം നീണ്ട ദീർഘകാല കാലയളവിലുള്ള നീണ്ട നിയമയുദ്ധത്തിന് ശേഷമാണ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരം ഒരു ഉത്തരവിടുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിൽ ജസ്റ്റിസ് PR രവിയാണ് വെള്ളാപ്പള്ളി നടേശനെ കടപുഴക്കി എറിഞ്ഞുകൊണ്ട് വെള്ളാപ്പള്ളി നടേശന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം തെറിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആയ യോഗം ബോർഡിനെ ഒന്നാകെ തന്നെ, അതായത് വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന SNDP ബോർഡ് യോഗം, എക്സിക്യൂട്ടീവ് ബോർഡിനെ ഒന്നാകെ തന്നെയാണ് ഇപ്പോൾ അയോഗ്യത കൽപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉത്തരവുണ്ടായിരിക്കുന്നത്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയ വെള്ളാപ്പള്ളി നടേശൻ, തുഷാർ വെള്ളാർപ്പള്ളി, ഡോക്ടർ MN സോമൻ എന്നിവരുൾപ്പെടെയുള്ള SNDP യോഗം എക്സിക്യൂട്ടീവ് ബോർഡിനെ ഒന്നാകെ തന്നെയാണ് ഇപ്പോൾ അയോഗ്യത കൽപ്പിച്ച് പുറത്താക്കിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ എന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി ആയിരുന്ന, SNDP യോഗത്തിന്റെ മഹാമേരുവായിരുന്ന, 30 വർഷക്കാലം SNDP യോഗം ജനറൽ സെക്രട്ടറിയുടെ കസേരയിലിരുന്ന് SNDPയെ നയിച്ചിരുന്ന വെള്ളാപ്പള്ളി നടേശൻ, തിരുവായ്ക്ക് എതിർവായില്ലാതെ SNDP യോഗത്തിന്റെ ആചാര്യസ്ഥാനത്തിരുന്നിരുന്ന വെള്ളാപ്പള്ളി നടേശനെയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവിലൂടെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനോടൊപ്പം വെള്ളാപ്പള്ളി നടേശന്റെ കിങ്കരന്മാർ എന്ന് പറയുന്ന, വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴും കൂടെ കൊണ്ടു നടന്നിരുന്ന, അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശന്റെ വിശ്വസ്തർ എന്ന് അവകാശപ്പെട്ടിരുന്ന SNDP യോഗത്തിന്റെ എക്സിക്യൂട്ടീവ് ബോർഡ് അംഗങ്ങളെയും ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു, സ്ഥാനഭ്രഷ്ടരാക്കിയിരിക്കുന്നു. കേരളത്തിലെ പേരുകേട്ട തത്വചിന്തകനും സാഹിത്യകാരനുമായിരുന്ന മൺമറഞ്ഞ പ്രൊഫസർ MK സാനു, അഡ്വക്കേറ്റ് ചന്ദ്രസേനൻ ഉൾപ്പെടെയുള്ള നിരവധി സാമൂഹ്യ പരിഷ്കർത്താക്കളാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ ഹർജികളുമായി ഹൈക്കോടതിയിലെത്തിയത്. 2024 ഇത്തരം ഹർജികൾ ഹൈക്കോടതിയുടെ മുന്നിലെത്തുന്നത്. നീണ്ട 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള നിയമവ്യവഹാരത്തിന് ശേഷമുള്ള നിയമയുദ്ധത്തിന് ശേഷമാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വെള്ളാപ്പള്ളി നടേശനെ SNDP ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും ഇപ്പോൾ അയോഗ്യത കൽപ്പിച്ചു മാറ്റിയിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനോടൊപ്പം വെള്ളാപ്പള്ളി നടേശന്റെ വിശ്വസ്ത സജീവരെന്ന് പറയുന്ന SNDP യോഗത്തിന്റെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനെയും കോടതി ഉത്തരവിലൂടെ അയോഗ്യത കൽപ്പിച്ചിരിക്കുന്നു. SNDP യോഗത്തിന് SN ട്രസ്റ്റ് എന്ന് പറയുന്ന മറ്റൊരു സ്ഥാപനം കൂടിയുണ്ട്. എല്ലാ സ്ഥാപനങ്ങളും കമ്പനി ആക്ട് പ്രകാരം തന്നെയാണ് രൂപം കൊണ്ടിരിക്കുന്നത്. എന്നാൽ കമ്പനി ആക്ട് പ്രകാരം രൂപം കൊണ്ടിരിക്കുന്ന ഈ പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇതിൻ്റെ അമരക്കാരായിരിക്കുന്ന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗങ്ങൾക്ക് എല്ലാവർക്കും ടിൻ നമ്പർ ആവശ്യമാണ്, അക്കൗണ്ട് ആവശ്യമാണ്. യോഗത്തിൻ്റെ എല്ലാ നടപടികളും അക്കൗണ്ടബിൾ ആണ്. എന്നാൽ കാലാകാലങ്ങളായി ഓഡിറ്റിംഗ് നടക്കുന്നില്ല, സാമ്പത്തിക തിരിമറികൾ നടക്കുന്നു. മൈക്രോ ഫിനാൻസ് അടക്കമുള്ള സാമ്പത്തിക തിരിമറികൾ SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നു. SNDP യോഗത്തെ കുടുംബ സ്വത്താക്കി മാറ്റിയിരിക്കുന്നു. എന്നിങ്ങനെയുള്ള നിരവധി ആരോപണങ്ങളാണ് ഹർജിയിൽ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ദീർഘകാലമായി കോടതിയിൽ നടന്നിരുന്ന നിയമവ്യവഹാരത്തിന് ഇപ്പോൾ
ഒരു പരിസമാപ്തി ഉണ്ടായിരിക്കുന്നു. ഈ വിഷയത്തിൽ സുപ്രീം കോടതിയിൽ വരെ വെള്ളാപ്പള്ളി നടേശനും SNDP യോഗത്തിനും എതിരെ കേസുകളുണ്ട് എന്ന് പറയുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ചിലെ ജസ്റ്റിസ് PR രവിയാണ് ഇപ്പോൾ നിർണായകമായ ഇത്തരത്തിൽ ഒരു ഉത്തരവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കമ്പനി ആക്ട് പ്രകാരം 164(2) പ്രകാരം വെള്ളാപ്പള്ളി നടേശനും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗങ്ങൾക്കും അയോഗ്യത കൽപ്പിച്ചിരിക്കുന്നു. അവർക്ക് 164(2) പ്രകാരം കമ്പനി ആക്ട് പ്രകാരം ഇനി അധികാരത്തിൽ തുടരുവാനുള്ള യോഗ്യതയില്ല, അയോഗ്യരായി കൽപ്പിച്ചിരിക്കുന്നു എന്നാണ് കോടതിയുടെ നിർണായകമായ ഉത്തരവ്. കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലത്തിൽ വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഉത്തരവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ പത്മപുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ച സമയത്ത് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ നൽകി ഭാരതം ആദരിക്കുകയുണ്ടായി. എന്നാൽ ഇങ്ങനെയുള്ള കേസുകളുടെ പശ്ചാത്തലത്തിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി എന്ന രീതിയിൽ അദ്ദേഹത്തിന് അയോഗ്യത കൽപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ സമത്വത്തിനും സമത്വ ചിന്താഗതിക്കും കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് പ്രവർത്തിച്ചതിന് വേണ്ടിയാണ് പത്മഭൂഷൺ നൽകിയിരുന്നത്. പത്മഭൂഷൺ വരെ ഇപ്പോൾ നിരസിക്കുന്ന തരത്തിലേക്കാണ് ഈ കോടതിയുടെ ഉത്തരവുണ്ടായിരിക്കുന്നത് എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. എന്താണ് സംഭവിക്കുക എന്നുള്ളത് കണ്ടറിയാം, കാത്തിരിക്കാം.